ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും. ഈശോയായി സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശയ്യാ പ്രവാചക പുസ്തകം 4 തിരുവചന നാം കടന്നു പോകുമ്പോൾ സിയോൻ പുത്രി നൽകുന്ന വാഗ്ദാനത്തിലേക്ക് കാര്യങ്ങളുമാണ് കൊടുക്കുക. അവിടുന്ന് പ്രകാരം പറയുന്നു, ന്യായവിധിയുടെ തീക്കയച്ച് സിയോൻ പുത്രിയുടെ മാലിന്യം ഇല്ലാതാക്കും. ഓർക്കണം, ന്യായവിധിയുടെ തീക്കാറ്റയച്ച് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കും. തുടർന്ന് പറയുന്നത്, ജെറുസലേമിൻ്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു നീക്കുകയും. 2 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. ഒന്ന്, സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കും. രണ്ടാമത്, ജെറുസലേമിൻ്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു നീക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ, തുറന്നു പറയാണ്, തുടച്ചു നീക്കുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ സിയോൻ പർവ്വതത്തിലും അല്ലെങ്കിൽ സിയോൻ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘമായും രാത്രിയിൽ ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപ്തിയുമായും കർത്താവ് സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. ജെറുസലേം സിയോൻ പർവ്വതത്തിലും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രിയിൽ പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപ്തിയും അവിടുന്ന് സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പറയുന്നത്, കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനു മുകളിൽ ഒരു വിധാനമായും ഒരു കൂടാരമായും നിലകൊള്ളും. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനു മുകളിൽ ഒരു വിധാനമായും ഒരു കൂടാരമായും നിലകൊള്ളും. ഇത് ഇങ്ങനെ ആയിത്തീരുന്നതിന് പറയുന്ന 2 കാര്യങ്ങൾ, പ്രധാനമായ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് അത് അഭയകേന്ദ്രമായി മാറാൻ പോവുകയാണ്. കൊടുങ്കാറ്റിലും അതുപോലെ തന്നെ മഴയിലും അവർക്ക് അതൊരു അഭയകേന്ദ്രമായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി പകലും അല്ലെങ്കിൽ രാവും പകലും യാത്ര ചെയ്യുവാൻ വേണ്ടി രാത്രിയിൽ അവർക്ക് അഗ്നിസ്തംഭമായും പകല് മേഘസ്തംഭമായും കർത്താവ് അവർക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരുവചനം വായിക്കുക. ഒരു സമൂഹം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം കാണിക്കുന്ന കാരുണ്യമാണ്. അവരുടെ ജീവിതത്തിൽ ഭയപ്പെടാതെ നിരാശരാകാതെ മുന്നേറുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞു വയ്ക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് നമ്മുടെ കൂടെ എപ്പോഴും ദൈവമുണ്ട്. നമ്മളെ നേർവഴിക്ക് നയിക്കുവാൻ, തളർച്ചയിൽ എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ കൈപിടിച്ചുയർത്തുവാൻ. നല്ലവനായ ദൈവത്തെ നമ്മൾക്ക് ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും
ആദരം കൊണ്ട് അവൻ്റെ നാമം ഏറ്റുപറഞ്ഞ് സകലരിലേക്കും അവൻ്റെ രക്ഷ എത്തിക്കുവാൻ തക്ക വിധം നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവമേ അവിടുന്ന് കൃപ ചൊരിയണമേ. അവിടുത്തെ ആണിപ്പുള്ള കരം നീട്ടി അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രത്യേകിച്ച് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന 2 കുട്ടികളെ ഓർക്കുന്നു. അവർ സ്വഭാവമുള്ള കുട്ടികളായി തീരുവാനും മാതാപിതാക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരും അവരുടെ ജീവിതത്തെ ചിട്ടയായി ക്രമപ്പെടുത്തുന്നവരും ദൈവഭക്തിയിലും വളരുവാൻ തക്കവിധം അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളമ്മേ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.